സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാനായിട്ട് ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് ഫ്രൈഡ് റൈസിന് ഉത്തമമായിട്ടുള്ളത്. ഇനി ഈ അരി ഞാൻ നല്ലതുപോലെ കഴുകി ഒരു അരമണിക്കൂർ കുതിർത്താനായി വെക്കുന്നു. അതിനുശേഷം ഞാനൊരു അരിപ്പ പാത്രത്തിലിട്ട് അരിച്ചെടുക്കുന്നുണ്ട്, വെള്ളം മുഴുവനും വാർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു കുക്കറിൽ, ഇതിപ്പോൾ 2 കപ്പ് അരി ആയതുകൊണ്ട് അതിനൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണിത് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് എപ്പോഴും മുന്നിൽ നിൽക്കണം, അതായത് ഉപ്പിൻ്റെ രുചി നമുക്ക് മുന്നിൽ വേണം വെള്ളത്തിന്, അതുപോലത്തെ ആ രീതിയിൽ ഉപ്പിടണം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ അരി തിളച്ച് വരും. ഇനി വേവ് എന്ന് പറയുന്നത് ഓരോ അരിയിനും വ്യത്യസ്തമായിരിക്കും. എനിക്കിവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ അരി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 2 കഷ്ണമായിട്ട് വരും. അതാണ് അതിൻ്റെ പാകം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു അരിപ്പയിലോട്ട് ഈ ചോറ് വാർത്ത് വയ്ക്കും. ഇനി നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞെടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി, ഒരു പകുതി ക്യാപ്സിക്കം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള കളറുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയ കഷ്ണം വെച്ചെടുക്കാം. പിന്നെ 2 ക്യാരറ്റ്, ഒരു 10 ബീൻസ്, ഒരു തണ്ട് സെലറി എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ ഒരു 4-5 തണ്ട് സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് നല്ലോണം കിട്ടും. അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇതെല്ലാ പച്ചക്കറികളും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തു. വെളുത്തുള്ളിയും സെലറിയുടെ തണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരി കുതിരാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി നമുക്കിത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്, ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് മിക്കവാറും നല്ലെണ്ണ തന്നെയായിരിക്കും നല്ലത്. ഇനി നല്ലെണ്ണ പറ്റാത്തവർക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളിയും സെല്ലറിയുടെ തണ്ടും കൂടെ നല്ലതുപോലെ വഴറ്റണം. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നല്ല മൂക്കനെ വഴറ്റണം, അതായത് ഒരു ചുമന്ന നിറമാവുന്നത് വരെ വഴറ്റണം. അത് നല്ലപോലെ, അതായത് അതിൻ്റെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതിനുശേഷം അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അതും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റുക. ഒരു ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഇത് വഴണ്ടി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം പല കളറാണെങ്കിൽ അത് അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ആകെ ഒരു കളർ, പച്ച കളറിൽ മാത്രമുള്ള ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ അത് ചേർത്ത്, അതിന് വേവ് കുറവാണ്, അതുകൊണ്ടാണ് അത് രണ്ടാമതായിട്ട് ചേർക്കുന്നത്. അതും ഒരു 3-4 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ പച്ചക്കറി പാകമായിട്ടുണ്ടാകും. ഒത്തിരി വെന്തുടഞ്ഞ് അതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല. അങ്ങനെ ആയാലും ഫ്രൈഡ് റൈസിന് രുചി ഉണ്ടാവില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഫ്രൈഡ് റൈസ് കാണാൻ. പച്ചക്കറിയൊക്കെ നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ആ പച്ചക്കറിക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കാം. കുരുമുളകിൻ്റെ പൊടിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് കുരുമുളകിൻ്റെ എരിവ് കുറച്ച് മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന് രുചി കൂടുതലാണ്. അതുകൊണ്ട് ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് കുരുമുളകിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടി ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയാണ്. ഞാനിതിലേക്ക് സോസുകളൊന്നും ചേർക്കുന്നില്ല. ഞാനിത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റൈസാണിത്, അതുകൊണ്ട് ഞാനിങ്ങനെ സോസൊന്നും ചേർക്കാറില്ല. സാധാരണ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. പക്ഷേ ഇത് വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് സോസൊന്നും ഇട്ടില്ലെങ്കിൽ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇതെന്തായാലും ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. സോസ് ഇല്ലാതെ തന്നെ ഇത് വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാനൊരു 3 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 കപ്പ് അരി വേവിച്ചപ്പോൾ എനിക്കൊരു 4-4.5 കപ്പ് ചോറുണ്ടായിരുന്നു. പക്ഷെ ഞാനിതിലേക്ക് 3 കപ്പ് ചോറ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും ഓരോരുത്തരെ അനുസരിച്ച് വ്യത്യാസം വരും. അതായത് ചില കുട്ടികളൊക്കെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അതേസമയം ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെത്ര പച്ചക്കറി ചേർത്താലും കുട്ടികൾ കഴിക്കും.
അപ്പോൾ നമുക്ക് ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറിയുടെ അളവ് കൂട്ടി ഉണ്ടാക്കാം. ചിലവർക്കാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും, പച്ചക്കറി ചുമ്മാ കണ്ടാൽ മതിയായിരിക്കും, റൈസായിരിക്കും കൂടുതൽ വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അരി മുഴുവനും ആ ചോറ് മുഴുവനും വെന്ത ചോറ് മുഴുവനും ഇട്ടുണ്ടാക്കാം. ഇപ്പം ഞാൻ ഏതായാലും ഇതിലേക്ക് 3 കപ്പ് ചോറ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇളക്കേണ്ടത്. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നോക്കിയിട്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയുടെയും സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടും അരിഞ്ഞതും കൂടെ ചേർത്ത് അലങ്കരിച്ച് നല്ലപോലെ ഇളക്കാം. അതായത് ആ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടും സെലറിയും മുഴുവനും ചേർക്കുന്നതാണ് നല്ലത്. ചോറ് നമ്മൾ കുറവാണ് എടുത്തിരിക്കുന്നതെങ്കിലും അരിഞ്ഞു വെച്ചിരിക്കുന്ന മൊത്തം, അതായത് 4 തണ്ടും 1 തണ്ട് സെലറിയുമാണല്ലോ ഞാൻ പറഞ്ഞത്, അത് മൊത്തം ചേർത്ത് കൊടുക്കുക അതിനകത്ത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഇളക്കുക. എന്ന് പറഞ്ഞാൽ സെലറി ചേർക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ്, സെലറിയും സ്പ്രിംഗ് ഓണിയനും ചേർക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അവസാനം ഒരു ടീസ്പൂണോളം നല്ലെണ്ണ ഒന്നും കൂടെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇളക്കി. അഥവാ ഇനിയിപ്പോൾ നല്ലെണ്ണ ചേർക്കുന്നില്ല, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അവസാനം 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്താലും മതി. അതായത് നല്ലെണ്ണയുടെ രുചി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും അതിന് ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ 2 മുട്ട എടുത്ത് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അവസാനം ഇതിൻ്റെ മുകളിലിട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ രുചികരമായിരിക്കും. ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അതും നല്ലതാണ്. മാത്രമല്ല ചിക്കനൊക്കെ വേവിച്ച് നമ്മൾ പെപ്പർ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പച്ചക്കറി നമ്മൾ വഴറ്റിയിട്ട് അത് പാകമായി കഴിയുമ്പോൾ ആ വേവിച്ച് വെച്ച ചിക്കനും കൂടെ അതിനകത്തോട്ടിട്ട് അതും കൂടെ ഒന്ന് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് അതിന് ശേഷം റൈസ് ചേർക്കുകയാണെങ്കിൽ അതും ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഈ ഫ്രൈഡ് റൈസിനെ നമുക്ക് മാറ്റം വരുത്തിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.